നമുക്കിന്ന് കായ്പോള ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ ഇതുണ്ടാക്കാൻ അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് ഈ ഏത്തപ്പഴം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇത് 4ആയിട്ട് കീറി ചെറുതായിട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിക്കാം. നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയി കിട്ടും. അതുപോലെ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഏത്തപ്പഴത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് ഇതിങ്ങനെ സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് അതിലുള്ള കൂടുതലായിട്ടുള്ള എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഇത് താഴോട്ട് പോയിക്കോളും. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ഈ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇത് രണ്ടും ഓപ്ഷണലാണ്. നമ്മളിത് ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കായ്പോള നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം. പിന്നെ ഈ അടിച്ചെടുത്ത മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ കായ്പോള ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഉണക്ക മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ഈ കായ്പോളയുടെ ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് സൈസ് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയൊക്കെ എല്ലായിടത്തും ഒന്ന് ആയിക്കൊള്ളും. എന്നിട്ട് നമുക്കിനി പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചൂടായി കിടക്കുന്ന ഈ ഫ്രൈങ് പാനിലോട്ട് നമ്മൾ ഈ കായ്പോള വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് മാറ്റി വെക്കുവാണ്. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് അത് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കരിഞ്ഞു പോകത്തില്ല. ഇതിപ്പോൾ ഒരു 15-20 മിനിറ്റ് ആയി. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു സ്ക്രൂ ഉപയോഗിച്ച് കുത്തി നോക്കാം ഇത് വെന്തോന്ന്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മോളുവശം ഒന്ന് നമുക്ക് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കതൊരു ചൂടായി കിടക്കുന്ന ഫ്രൈ പാനിലേക്ക് മാറ്റി ഒരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കായ്പോളയുടെ ആ മോളുവശം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇനി നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് നമ്മുടെ കായ്പോള ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ അതിൻ്റെ മോളുവശമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഏത്തപ്പഴം കൊണ്ടുള്ള ഈ പലഹാരം. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഹന്നാസ് റെസിപ്പി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.